ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ള ഒരു കിട്ടിയില്ല നല്ലൊരു വീഡിയോ ആയിട്ടാണ്. അപ്പം മച്ചന്മാരെ, നമ്മുടെ FF എല്ലാവർക്കും ഏറ്റവും വലിയ ഡൗട്ടാണ് നമ്മുടെ FF നറൂട്ടോ ചാപ്റ്റർ 3 ഇവന്റ് വരുമെന്ന്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ചാപ്റ്റർ 1 ഈസ് വരാൻ പോകുന്ന കൂട്ടം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം ചാപ്റ്റർ 3 നമുക്ക് വരാണെങ്കിൽ ഏത് ടൈമിൽ വരും, അതുതന്നെ ചാപ്റ്റർ 1 നമുക്ക് ഏത് ടൈമിലാണ് വരാമെന്നുള്ളൊരു കൺഫർമേഷൻ വന്നിട്ടില്ല. അപ്പം അത് നമുക്ക് ഈ മാസം വരുമോ, അങ്ങനെയൊക്കെ പല ഡൗട്ട് ഉണ്ടാകും. അതുപോലെ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് ഇവന്റിലൂടെ വരാൻ പോകുന്നത്. ഇപ്പം ചാപ്റ്റർ 1 ആയിക്കോട്ടെ, ചാപ്റ്റർ 3 ആയിക്കോട്ടെ. അപ്പം അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മളെ വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പം അതുപോലെ നമ്മുടെ FF നെക്സ്റ്റ് മന്ത് വരാൻ പോകുന്ന പ്രൈം സ്റ്റോറിലെ ഐറ്റംസ്, അപ്പം അതിനെക്കുറിച്ച് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പം അതുപോലെ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്നത് നമ്മുടെ യൂണിവേഴ്സൽ ബണ്ടിൽ റിങ്, അപ്പം അതിനെക്കുറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറേ അധികം അപ്ഡേറ്റ് നോക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അകത്ത് നിങ്ങൾ ലൈക്ക് കാലമൊക്കെ ചെയ്യുന്ന ടൈമിൽ തൊട്ട് താഴെ കാണാൻ ഹൈപ്പ് ബട്ടണോടൊന്ന് കൊടുക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ആവും. ചാനൽ കുറച്ച് ഡൗൺ ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വീട്ടിൽ റെഡിങ് കോഡ് ഉണ്ടോയെന്നൊക്കെ എല്ലാവർക്കും അറിയേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഒരു കോഡ് ആടിയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. 200 ലൈക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പകുതി ആയിട്ടുള്ളൂ, 400 സംതിങ് എത്ര ലൈക്ക് ആയിട്ടുള്ളൂ. ആ അവസ്ഥയാണ്. എന്തായാലും ലൈക്ക് ടാർഗറ്റ് ഇനിയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീട്ടിൽ ലൈക്ക് ടാർഗറ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ടഫാണ് വിചാരിക്കും, എക്സാം ടൈമൊക്കെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 600 ലൈക്കാണ് ടാർഗറ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നാളെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് 600 ലൈക്ക് നിങ്ങൾ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത വീട്ടിൽ, ഈ ചാനൽ വരുന്ന അടുത്ത വീട്ടിൽ റെഡി കൂടെ ഉണ്ടാവുന്നതാവും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന നമ്മളെ യൂണിവേഴ്സൽ ബണ്ടിൽ റിങ്ങുവിനെ കുറിച്ചിട്ടാട്ടോ. അപ്പോൾ അതിന് ഇവന്റ് വരാവുന്ന ഡേറ്റും കാലമൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നത് ഇവൻ്റെ ഡേറ്റ് കൺഫേം അല്ല. എങ്കിൽ പോലെ ഈ യൂണിവേഴ്സൽ റിങ്ങുവിൻ്റെ നമ്മുടെ FF ഇപ്പോൾ പെൻഡിങ് ആട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ കാണാൻ പറ്റിയ ഒരു ബണ്ടിലാണ്, മെയിൽ ബണ്ടിൽ പറയാൻ പറ്റില്ല, ഫീമെയിൽ ബണ്ടിലും പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഫീമെയിൽ ക്യാരറ്റിനും മെയിൽ ക്യാരറ്റിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു പാൻഡ ടൈപ്പിലൊരു ബണ്ടിലാട്ടോ. ഓക്കെ, ആ ഹെഡൊക്കെ നോക്കേണ്ട ഒരു പാണ്ട് തന്നെ. നെക്സ്റ്റ് അതിൻ്റെ കോസ്റ്റ്യൂം കാലത്തിന് ഗോസ്റ്റിൻ്റെ പോലെ ഒരു എഫക്റ്റും കാലമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് മെഡിക്കറ്റ് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഗോസ്റ്റ് എഫക്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൽ വരാമെന്നൊരു ഐറ്റം നോക്കുകയാണെങ്കിൽ ഒരു മോൺസ്റ്റർ ട്രക്കിൻ്റെ സ്കിന്നാണ് സംഭവം. ഒരു രക്ഷയില്ല, കിഡിലെ ടൈപ്പ് കേട്ടോ. ഒരു മമ്മി ടൈപ്പ് ആയിട്ടുള്ളൊരു മോൺസ്റ്റർ ട്രക്കിൻ്റെ സ്കിൻ എന്നൊക്കെ പറയാൻ പറ്റും. സ്കിൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു ഗൺ സ്കിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാഷ് കോളിലൊക്കെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഗൺ സ്കിന്നിൻ്റെ സ്കിന്ന് വരുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കോഡാലിൻ്റെ സ്കിന്ന് ഇതുപോലെ കേട്ടോ, നമ്മൾ സ്കൈറ്റിൻ്റെ സ്കിന്നില്ല. അപ്പോൾ അതും വളരെയധികം വെറൈറ്റി ആയിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ FF വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു യൂണിവേഴ്സൽ ബണ്ടിൽ റിംഗ് പ്രതീക്ഷിക്കാം കേട്ടോ. ഡേറ്റും കാലം കിട്ടുന്ന ടൈമിൽ തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിയിക്കാം കേട്ടോ. അടുത്തതായിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മളെ FF നെക്സ്റ്റ് വരാൻ പോകുന്ന പ്രൈം സ്റ്റോറിനെ കുറിച്ചിട്ട്. അപ്പോൾ പ്രൈം സ്റ്റോർ നോക്കാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേ അവസ്ഥയാണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ ഇപ്പോൾ അപ്ഡേറ്റ് ആയി വന്നിട്ടുള്ളത്. ഫസ്റ്റ് നമ്മളെ ക്യുക്മാൻ്റെ ആ സൂപ്പർ ടൈപ്പ് ആയാലും ബണ്ടിൽ, സൂപ്പർമാൻ ടൈപ്പ് ആയാലൊരു ബണ്ടില്. നെക്സ്റ്റ് ആർട്ടിസ്റ്റ് വരാൻ പോകുന്നത് നമ്മുടെ ഗേള്. ഓക്കെ, നമ്മുടെ ആൻഡർ സി ഇവന്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ ആ കിഡിലെ നല്ല ഫീമെയിൽ ബണ്ടിലുണ്ട്. നല്ല നൈസ് ബണ്ടിലാട്ടോ, അടിപൊളിയല്ല ഫീമെയിൽ ബണ്ടിലാണ്, നല്ല രസമുള്ളൊരു ബണ്ടിലാണ്. നെക്സ്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ തീമിൽ പെട്ടുള്ള ഒരു കിഡിലെ നല്ല ഗണ്ണ്, അതുപോലെ തന്നെ അതിൻ്റെ മെയിൽ ബണ്ടിൽ വരുന്നുണ്ട്. മെയിൽ ബണ്ടിൽ നോക്കാൻ അടിപൊളി തന്നെ കേട്ടോ. എല്ലാം കിഡിലും തന്നെ കുറേ ആൾക്കാരെ കയ്യിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതും നല്ലൊരു അടിപൊളി ബണ്ടിലാണ്. അത് നമ്മളെ ഗണ്ണ് ഞാൻ പറഞ്ഞല്ലോ, M60 ഗണ്ണല്ലേ. അപ്പോൾ അതുകൂടി ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൈം സ്റ്റോർ, അപ്പോൾ തന്നെ റാൻഡം ആയിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൈം സ്റ്റോറിന് നമുക്ക് ഈ വരുന്ന 1-ാം തീയതി, അപ്പോൾ ആഗസ്റ്റ് മാസം 1-ാം തീയതി നമ്മൾ FF ആഡ് ചെയ്തേക്കാന്നാണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ട് ഞാൻ വരും ദിവസം തന്നെ വീഡിയോ വഴി അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്തേ നമ്മൾ നോക്കാൻ പോകും, നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലത്തെ നമ്മളെ മെയിനായ കണ്ടന്റ് ആണ്. അപ്പോൾ അച്ഛന്മാർ നമ്മൾ FF നറൂട്ടോ ചാപ്റ്റർ 1 എപ്പോൾ വരുന്നൊക്കെ എല്ലാവർക്കും അറിയേണ്ടി വരും. അപ്പം നമ്മളെല്ലാവരും മാക്സിമം വിചാരിച്ചിട്ടുണ്ടായി ഈ മാസം ഇന്ത്യയിലൊക്കെ ആയിട്ട് വരുന്നതാണ് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്ത്യയിലൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ചെറിയൊരു ക്ലൂ ആണ് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു സിഗ്നലാണ് തരാൻ പോകുന്നത്. എന്താ വെച്ചാൽ നമുക്ക് ജൂലൈ മാസം ഇന്ത്യയിലായിട്ട് നമ്മുടെ നറൂട്ടോ ചാപ്റ്റർ 1 ഒരു അനൗൺസ്മെൻറ്റോ, നമുക്ക് റിട്ടേൺ ഇവൻ്റ് ഒരു അനൗൺസ്മെൻറ്റോ എന്ന് അറിയില്ല, അല്ലെ ചാപ്റ്റർ 3 ഒരു അനൗൺസ്മെൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ചാപ്റ്റർ 1 റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്ന കാര്യം കൺഫേം തന്നെയാണ്. അപ്പോൾ അതിൽ കുറേ അധികം ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ഓൾഡ് ടൈമിൽ വന്നിട്ടുള്ള അപ്പോൾ എന്തായാലും ഇവൻ്റൊക്കെ അതേപോലെയൊക്കെ വരുന്നൊക്കെയാണ് ഇപ്പോൾ ലീക്കേഴ്സ് പറയുന്നത് കേട്ടോ. എന്തൊക്കെ നടക്കാൻ പോകുന്ന അറിയില്ല. അപ്പോൾ എന്തായാലും ഫ്രീ ഇവൻ്റ് ഒന്നും അതേപോലെ വന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഒരുപക്ഷെ പെയ്ഡ് ഇവൻ്റ് ഒക്കെ മാക്സിമം നല്ല എനിക്ക് ഡയമണ്ട് പൊട്ടുന്ന ഇവനിലൂടെ കൊണ്ടുവരാൻ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊണ്ടുവന്നല്ലോ. അപ്പോൾ അതേപോലെ കൊണ്ടുവരാൻ തന്നെ ചാൻസ് ഉള്ളത്. അപ്പോൾ അവരധികം താഴെ ഇറങ്ങി വരുമെന്ന് അറിയില്ല.
ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് യൂണിവേഴ്സൽ റിങ്ങിലൂടെ വരുമോ എന്നൊക്കെ ഇപ്പോൾ കുറച്ച് ഡൗട്ടായിട്ട് തോന്നുന്നു കേട്ടോ. ബണ്ടിൽസ് ഒക്കെ യൂണിവേഴ്സൽ റിങ്ങിലൂടെ വരാണെങ്കിൽ തന്നെ നല്ല എക്സ്ചേഞ്ച് ടോക്കൺ, ഓക്കെ, എക്സ്ചേഞ്ച് ടോക്കണായിട്ട് നമ്മൾ നല്ലോണം കൊടുക്കേണ്ടി വരും. നല്ല ഇക്കല ടോക്കൺസ് കൊടുക്കേണ്ടി വരും. 500-400 ടോക്കൺ കൊടുക്കേണ്ടി വരും ബണ്ടിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രീമിയർ ഇവൻറ്റിലൂടെ കൊണ്ടുവരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നൈറ്റൽ ഫോക്സ് ഒക്കെ വരാൻ ഹൈലി ചാൻസ് ഉണ്ട് കേട്ടോ. നൈറ്റൽ ഫോക്സിൻ്റെ ആ സ്കൈവിങ് സ്കിന്നും അറൈവൽ ആനിമേഷനൊക്കെ മാക്സിമം വരാൻ ചാൻസ് ഉണ്ട്. ഫയലിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് അതുപോലെ നമ്മൾ ലീഫ് വില്ലേജിൻ്റെ കാര്യമാണ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ലീഫ് വില്ലേജും പോസിബിളി ചാൻസ് ഉണ്ട്. അപ്പോൾ ചാപ്റ്റർ 1 നമുക്ക് അതുപോലെ തന്നെ ചാപ്റ്റർ 1 എപ്പോൾ വരുന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചാപ്റ്റർ 1 നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ ഫസ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് സൂചന വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മാസം വരില്ലേ എന്നൊക്കെ ഇപ്പോൾ കുറേ ആൾക്കാർ ഡൗട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ മാസത്തെ കാര്യം കൺഫേം അല്ല കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമുക്കൊരു സംഭവമാണ് തരാൻ പോകുന്നത്. നമുക്കൊരു അനൗൺസ്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഈ ജൂലൈ എൻഡിലായിട്ട് ഒരു അനൗൺസ്മെൻ്റ് ആണ് പറയുന്നത്. ചാപ്റ്റർ 1 ആവാം, അല്ലെങ്കിൽ ചാപ്റ്റർ 3 ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ചാപ്റ്റർ 1 കാര്യം എല്ലാവർക്കും അറിയാൻ നമുക്ക് അതിൽ കുറേയധികം ഇവൻറ്റ് വന്നിട്ടുണ്ടാകും. സൂപ്പർ റിമോട്ടോ കിട്ടുന്ന കുറേയധികം ഇവൻറ്റ്, അതുപോലെ തന്നെ മിസ്റ്ററി ഷോപ്പ് ഉണ്ട്. അപ്പോൾ തന്നെ മിസ്റ്ററി ഷോപ്പ് ഇവൻ്റൊക്കെ അതേപോലെ തന്നെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഹിനാത്ത ബണ്ടിലും അതുപോലെ തന്നെ സെറയ്യ ബണ്ടിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന കൂട്ടം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അതുപോലെ തന്നെ പെയ്ഡുവിലൂടെയാണ് മറ്റുള്ള ബണ്ടിൽസ് വരാൻ പോകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ മന്തിൽ നമ്മുടെ നറൂട്ടോ ചാപ്റ്റർ 1 റിട്ടേൺ ഇവൻ്റ് ആ മന്തിൽ നമുക്ക് അതിൻ്റെ സ്പെഷ്യലായ ഒരു മിസ്റ്ററി ഷോപ്പ് ഇവൻ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു ബണ്ടിൽ തന്നെയൊക്കെ നമ്മൾ നറൂട്ടോൻ്റെ ബണ്ടിൽ. അപ്പോൾ അത് ടോക്കൺ ടവർ ഇതിലൂടെ തന്നെ കൊണ്ടുവന്നേക്കാന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ കുറേയധികം ഡാമേജ് കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിയ പോലെ തന്നെ കുറേയധികം ഡാമേജ് പൊട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട കേട്ടോ. എന്തായാലും അങ്ങനെയാണ് ഇപ്പോൾ ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നറൂട്ടോ ചാപ്റ്റർ 3 വരുമോ എന്നൊക്കെ കുറേ ആൾക്കാർക്ക് അറിയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 3 കുറിച്ച് യാതൊരു അപ്ഡേറ്റ് ഇപ്പോൾ ന്യൂ ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ജൂലൈ എൻഡിലായിട്ടാണ്. അപ്പോൾ ജൂലൈ മാസം ലാസ്റ്റ് ഡേയിലായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു അപ്ഡേറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചാപ്റ്റർ 1 കുറിച്ചുള്ളൊരു ലീക്ക് ആവാം, അല്ലെങ്കിൽ ചാപ്റ്റർ 3 കുറിച്ച് ആവാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചൊരു കൺഫേം ആയ അപ്ഡേറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ മാസം നമുക്ക് അവസാനം ഉണ്ടല്ലോ, നമുക്കൊരു 28 to 31. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതിനെക്കുറിച്ചൊരു കൺഫേം ആയ അപ്ഡേറ്റ് കിട്ടും. വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് ചാപ്റ്റർ 3 നമുക്ക് വരാണെങ്കിൽ ഏതൊക്കെ ബണ്ടിൽ പോസിബിളി വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇമേജിലാണ് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നത് കേട്ടോ. ഓക്കെ, അത് നമുക്ക് അതിലൊരു ബണ്ടിൽ ഇതിനകത്ത ബണ്ടിൽ വരാൻ പോകുന്ന കാര്യം കൺഫേം ആണ്, ഓൾറെഡി കൺഫേം ആയിട്ടുണ്ട്. അത് തന്നെ നമ്മുടെ ദീദേറ ബണ്ടിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുതന്നെ നിങ്ങൾ കുറേ ആൾക്കാർ നറൂട്ടോ ഈ അനിമയൊക്കെ നല്ല രീതിക്ക് കണ്ട ആൾക്കാരുണ്ടോ, അതിൽ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാതിൻ്റെ പേരും എല്ലാം അറിയുന്ന ആൾക്കാരുണ്ടോ. അപ്പോൾ അതിന് ചാപ്റ്റർ 3 ഏതൊക്കെ ബണ്ടിൽ വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നു ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് എന്തായാലും കൺഫേം ആയ ശേഷം ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അതിലൊന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് വരും ദിവസം തന്നെ അതിനെക്കുറിച്ച് നല്ലൊരു അപ്ഡേറ്റ് കിട്ടും. നമുക്ക് അധികം നാളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 25 കഴിഞ്ഞല്ലോ, ഇനി അധികം നാളില്ല, ഒരു 3-4 ദിവസമുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ തന്നെ കൺഫർമേഷൻ കിട്ടും. വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകും നമ്മളെ കഴിഞ്ഞ വീഡിയോ ഒന്ന് പിക്ക് ചെയ്യില്ല പല കമൻറ്റുകൾക്കുള്ള ആൻസറാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കമൻറ്റ് നമ്മുടെ ബ്ലാക്ക് ടീഷർട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് അതുപോലെ നമ്മൾ ഈ വീഡിയോ തന്നെ കുറേയധികം കമൻറ്റ് കണ്ടു. ഈ വീഡിയോയിലെ കഴിഞ്ഞ വീഡിയോ തന്നെ കുറേയധികം കമൻറ്റ് ബ്ലാക്ക് ടീഷർട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ബ്രദർ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ബ്ലാക്ക് ടീഷർട്ട് യൂണിവേഴ്സൽ റിങ്ങിലൂടെ റിട്ടേൺ വരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മാക്സിമം ചാൻസ് ഉള്ളത് യൂണിവേഴ്സൽ റിങ്ങിലൂടെ തന്നെ ബ്ലാക്ക് ടീഷർട്ട് റിട്ടേൺ വരാനാണ്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ടീഷർട്ട് മാത്രമായിട്ടാവോ എന്നറിയില്ല. ഇപ്പോൾ മാക്സിമം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വൈറ്റ് ടീഷർട്ട് വരാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള നമ്മുടെ ടീഷർട്ട് ഉണ്ടല്ലോ, ഡിസൈൻ ആയിട്ടുള്ള കുറേ ടീഷർട്ട് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും റിട്ടേൺ സൂൺ തന്നെ കേട്ടോ. നമുക്ക് റിട്ടേണിൽ പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് എന്തായാലും വരാൻ പോവാണ് വളരെ പെട്ടെന്ന് തന്നെ. നമുക്ക് ഒരുപക്ഷെ ആഗസ്റ്റ് മന്ത് തന്നെ റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ട്. എങ്കിൽ പോലും റിട്ടേൺ വരാൻ പോകുന്നത് നമുക്ക് കൺഫേം ആയ ഡേറ്റും കാലൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് പറയാത്തത്. നമുക്ക് പോസിബിളി ആഗസ്റ്റ് മന്ത് തന്നെ വരാനാണ് ചാൻസ് കാണുന്നത് കേട്ടോ. എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മളെ ചാനലിൽ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കമൻറ്റ് നോക്കുകയാണ് നമ്മളെ ചെയർ ഇമോട്ടിനെ കുറിച്ചിട്ടാണ്, നമ്മളെ ത്രോൺ ഇമോട്ടിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ബ്രദർ ചോദിച്ചു കറക്റ്റ് ടൈമിലാണ് നല്ലൊരു അപ്ഡേറ്റ് നമ്മളെ ത്രോൺ ഇമോട്ടിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയ വീഡിയോ നമുക്ക് നാളെ നമ്മുടെ ചാനൽ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഈ ചാനലിൽ നമ്മളെ മറ്റേ ചാനലാക്കാരട്ടോ വീഡിയോ വരാം. അപ്പോൾ ഉടനെ 2 ചാനൽ നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല.
അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കമൻറ്റ് നോക്കുക, നമ്മൾ ജാസ് പാൻറ്റിനെ കുറിച്ചാണ്. അത് നമ്മളെ ക്ലാസിക്കൽ ജാസ് പാൻറ്റിനെ കുറിച്ചിട്ടാണ് ഈ ബ്രദർ കമൻറ്റായി ചോദിച്ചുള്ളത്. അപ്പോൾ ക്ലാസിക്കൽ ജാസ് പാൻറ്റ് റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്ന കൂട്ട് ഓൾറെഡി ആ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ലോലിമോട്ടിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എന്തായാലും ജാസ് പാൻറ്റ് റിട്ടേൺ ലിസ്റ്റിലുള്ളൊരു സംഭവം തന്നെ കേട്ടോ. വൺ ഓഫ് ദി മോസ്റ്റ് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ്. എന്തായാലും വെയിറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ചും ഡേറ്റും കാര്യമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ അപ്ഡേറ്റിലൂടെ വരാനാണ് ചാൻസ് ഉള്ളത്. നമുക്ക് ലീക്കേഴ്സ് ഓൾറെഡി അപ്ഡേറ്റ് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് നടക്കാൻ പോകുന്ന അറിയില്ല. മെയിനായിട്ട് നമ്മുടെ ആനിവേഴ്സറി ഇവൻ്റെയൊക്കെ ഇപ്പോൾ എൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എപ്പോഴാണ് കൊണ്ടുവരാമെന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും വെയിറ്റ് ചെയ്യാന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്ഡേറ്റ് ന്യൂ ആയിട്ടൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാട്ടോ. മറ്റൊരു കമൻറ്റ് നോക്കുക നമ്മളെ ഷെയ്ഡ് ബണ്ടിലെ കുറിച്ചിട്ടാണ്. അപ്പോൾ വരാൻ പോകുന്ന കൂട്ടം ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ദീപാവലിൻ്റെ ടൈമിലാണ് വരാൻ ഹൈലി ചാൻസ്. മാക്സിമം നമുക്ക് വരുന്നതന്നെ പറയാൻ പറ്റും നമ്മൾ ദീപാവലിൻ്റെ ടൈമിൽ. അപ്പോൾ അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ടോക്കണ് എത്രയെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊരു 100-400 ടോക്കണ് വേണ്ടി വരും മെയിൻ വണ്ടിലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ. 400-500 ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വരും ദിവസം തന്നെ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുക. ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വല്ല അപ്ഡേറ്റും കിട്ടാൻ ചാൻസ് ഉണ്ട്. എക്സ്ചേഞ്ച് ടോക്കനെ കുറിച്ച് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. ടൈം ഉണ്ട്, നമുക്ക് നവംബർ മന്തിലൊക്കെ തോന്നുന്നുണ്ട് നമ്മുടെ ദീപാവലി ഇവൻ്റൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം ഡയമണ്ട് ആയിക്കോട്ടെ, യൂണിവേഴ്സ് ടോക്കണൊക്കെ ആയിക്കോട്ടെ, എല്ലാം നമുക്ക് മാക്സിമം സേവ് ചെയ്ത് വെക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് നല്ല ഐറ്റംസ് ഒക്കെ എടുക്കാൻ പറ്റും. ഭാവിയിൽ എന്തായാലും നല്ല ഐറ്റംസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ FFലേക്ക് അപ്കമിങ് ആർട്ടിസ്റ്റ് വരാൻ പോകുന്ന ഇവൻറ്റിനെ കുറിച്ചോ റിട്ടേൺ ആർട്ടിസ്റ്റ് വരാൻ പോകുന്ന ഐറ്റത്തിനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റും കാലൊക്കെ മാക്സിമൈസ് നമ്മൾ വീഡിയോയുടെ പിക്ക് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോ തന്നെ അതിന് ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയോട് നിർത്താൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിട്ടില്ല നാളൊരു വീഡിയോയിലൂടെ കാണാം. ബായ്.